ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള PSC നടത്തുന്ന 10th പ്രിലിം എക്സാമിന് ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന മാത്സിലെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. സ്ക്വയർ റൂട്ട് ഓഫ് 5625 ഈസ് ഈക്വൽ ടു 75 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 0.5625 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 56.25 എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 5625 എന്ന് പറയുന്നത് 75 ആണെന്ന് തന്നിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 0.5625 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 56.25 ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, 5625 എന്ന് പറയുന്നത് 75 ആണെന്ന് നമുക്കറിയാം. സ്ക്വയർ റൂട്ടിനുള്ളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ആണോ ഉള്ളത്, സ്ക്വയർ റൂട്ടിനുള്ളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ആണോ ഉള്ളത് അതിന്റെ പകുതി ഡിജിറ്റ് ആയിരിക്കും സ്ക്വയർ റൂട്ട് എടുത്താൽ കിട്ടുന്ന ഉത്തരത്തിൽ ഉണ്ടാവുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാ, ഇപ്പൊ നമ്മൾ 1.44ന്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറയാന്ന് വിചാരിക്കാം. നമുക്കറിയാം 144ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 12 ആണ്. അതായത് 12ന്റെ സ്ക്വയർ ആണ് 144. അപ്പോൾ 144ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 12 എന്നാണ് നമുക്ക് കിട്ടുക. 1.44 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ 100 വെച്ചിട്ട് ഗുണിക്കും. വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 100 വെച്ചിട്ട് ഹരിക്കുകയും ചെയ്യും. ഞാൻ ഇതിനെ 100 വെച്ചിട്ട് ഗുണിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? 144 എന്ന് വരും. ഡിവൈഡഡ് ബൈ 100 ഉണ്ടായിരിക്കും. 144ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 12 ആണ്. ഈ താഴെ എന്തുണ്ട്? മൊത്തത്തിലാണ് സ്ക്വയർ റൂട്ട് വരുന്നത്. അപ്പോൾ 100ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് കിട്ടും. അതായത് നമുക്ക് 1.2 എന്നാണ് കിട്ടുക. നോക്കുക, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്ക്വയർ റൂട്ടിനുള്ളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ആണോ ഉള്ളത് അതിന്റെ പകുതി ആയിരിക്കും ഉത്തരത്തിലുണ്ടാകുക. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് 5625ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് കിട്ടുമെന്ന് നമുക്കറിയാം, 75 ആണ്. അങ്ങനെയാണെങ്കിൽ 0.5625ലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവിടെ നോക്കണ സമയത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ആണ് ഇവിടെയുള്ളത്. അങ്ങനെയാണെങ്കിൽ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം? 2 ഡിജിറ്റ് വേണം. അപ്പോൾ നമുക്ക് 5625ന്റെ എത്രയാണെന്നറിയാം? 75 ആണെന്നറിയാം. പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ സ്ക്വയർ റൂട്ട് ഓഫ് 0.5625 ആണ്. അങ്ങനെയാണെങ്കിൽ 0.75 എന്നാണ് വരിക. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് എടുക്കുന്നത്, ഒന്നാമത്തെ ഡിജിറ്റ് ഇത്, രണ്ടാമത്തെ ഡിജിറ്റ് ഇത്, പിന്നെ ഇവിടെ ഇതാ പോയിന്റ് ഇട്ടു, പുറകിൽ 0 ഇട്ടു. അപ്പോൾ 0.75 ആണ് 0.5625ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് കിട്ടുക. ഇതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 5625ന്റെ നമുക്കറിയാം 75 ആണെന്നറിയാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം? പകുതി, അതായത് 1 ഡിജിറ്റ്. അപ്പോൾ 7ന്റെയും 5ന്റെയും ഇടയിൽ നമ്മൾ പോയിന്റ് കൊടുക്കണം. അപ്പോൾ ശരിക്കും 0.75 കൂട്ടണം 7.5 എന്നാണ് വരിക. ഇത് നമ്മൾ കൂട്ടുന്ന സമയത്ത് 8.25 എന്നാണ് ഫൈനൽ ആൻസർ വരേണ്ടത്. നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ആൻസർ 8.25 എന്നുള്ളത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ബേസിക് കാര്യം അറിഞ്ഞെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താം. അടുത്ത ചോദ്യത്തിൽ 2 1/3, 5/6, 3/4, 9/17 എന്നിവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇത് ഒന്നെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് പോകാം, അതല്ലെങ്കിൽ നമുക്ക് ചില മെത്തേഡിലൂടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 2/3 ആണ്, അടുത്ത നമ്പർ 5/6 ആണ്, അടുത്ത നമ്പർ 3/4 ആണ്, അടുത്ത നമ്പർ 9/17 ആണ്. ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ 2/3 എന്ന് പറയുമ്പോൾ 20/3 എന്ന് എടുക്കുമ്പോൾ നമുക്ക് 0.6 സംതിങ് ആണ് വരിക. ഇതിനെ നമുക്ക് 15/6 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.8 സംതിങ് ആണ് വരിക. ഇവിടെ നമ്മൾ നോക്കണ സമയത്ത് 13/4 എന്ന് എടുത്തു കഴിഞ്ഞാൽ 0.7 സംതിങ് ആണ് വരിക.
ഇത് നമ്മൾ ചെയ്യണ സമയത്ത് 9/17 ആണ്. അപ്പം 19/7 എടുക്കുക. നമുക്കറിയാം 17 × 5 എന്ന് പറയുന്നത് എത്ര? 85. അപ്പം ഇത് നമുക്ക് കിട്ടുക 0.8 സംതിങ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇവിടെ 0.8 വരുന്ന രണ്ടെണ്ണം വന്നു കഴിഞ്ഞു. ഇതിനെ നമുക്ക് ഒഴിവാക്കാം, ഇതിനെയും ഒഴിവാക്കാം. 5/6 9/17 ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഡിജിറ്റും കൂടെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 5/6 9/17 ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഗുണിക്കുക. ഇങ്ങോട്ട് ഗുണിക്കുന്ന സമയത്ത് 17 × 5 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 85 കിട്ടും. അതേപോലെ 9 × 6 എന്ന് പറയുമ്പോൾ 54 എന്ന് കിട്ടും. ഇതിലേതാണ് വലുത്? ഇതിൽ വലുത് 85 ആണ്. 85ന്റെ താഴെ വരുന്നത് 5/6 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് നമുക്ക് 5/6 എന്ന് എടുക്കാം. നമ്മളിപ്പോൾ അവസാനം ചെയ്ത ആ രീതിയിൽ മൊത്തത്തിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ചും കൂടെ എളുപ്പം ഈ രീതിയിൽ പോയിട്ട് അവസാനം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഈ അവസാനം ചെയ്ത സ്റ്റെപ്പ് ഒരിക്കൽ കൂടി പറയാം. 5/6 9/17 എടുത്തു. ഇതിങ്ങനെ ഗുണിക്കുക, ഇതിങ്ങനെ ഗുണിക്കുക. അപ്പം നമുക്ക് കിട്ടുന്നത് 85. അപ്പം ഇവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് ഗുണിച്ചത്. അപ്പം ഇതിൻ്റെ മുകളിലാണ് 85 എഴുതേണ്ടത്. ഇത് ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പം അതിൻ്റെ മുകളിലാണ് 9 6 54 എഴുതേണ്ടത്. ഇതിലേതാണ് വലുത്? 85 വലുത്. അതിന് നേരെ ഏതാണ് ഉള്ളത്? 5/6 ആണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ 5/6 ആണ് ഏറ്റവും വലുത്. ഇവിടെ ഓപ്ഷൻ ഏതാണ്? സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഫ്രാക്ഷൻ എടുത്തിട്ട് വേണമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താം. അതായത് ഇപ്പോൾ നമ്മൾ 2/13 5/6 നമ്മൾ എടുത്തു. എന്നിട്ട് ഇങ്ങോട്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 12 കിട്ടി. ഇനി ഇങ്ങോട്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 65 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വലുത് ഏതാ? 5/6 ആണ് വലുത്. നമ്മളോട് വലുതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചെറുതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഡിലീറ്റ് ആക്കി പോവാം. ഇനി 5/6 3/4 എടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ നമുക്കിവിടെ 20 കിട്ടും. ഇത് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ നമുക്കിവിടെ 18 കിട്ടും. അപ്പോൾ ഇതിലേതാ വലുത്? 20 ആണ് വലുത്. 20ന്റെ നേരെ ഉള്ളത് 5/6 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് കളയാം. ഇനി അവശേഷിക്കുന്ന 5/6 9/17 ആണ്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 85 കിട്ടും. ഇത് ഇങ്ങോട്ട്, അതായത് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക 54 ആണ്. അപ്പോൾ ഇതിൽ 85 ആണ് വലുത്. ഇവിടെ നമ്മൾ 5/6 ആണ് നമുക്ക് വലുതായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഫ്രാക്ഷൻ വന്നാലും നമുക്ക് ഈ രീതിയിൽ ചെയ്തു പോകാം. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പഠിക്കും, റൂൾസ് പഠിക്കും. അതിനേക്കാളൊക്കെ എളുപ്പം ഒറ്റൊരു കാര്യം പഠിച്ചു വെച്ചാൽ മതി. ആ ഒറ്റൊരു കാര്യം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ കുറേ ടിപ്സ് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് നല്ലൊരു മെത്തേഡാണ്. ഏതൊരു ഫ്രാക്ഷനിലും നമ്മൾ ഈ രീതി ഉപയോഗിച്ച് വലുതും ചെറുതും കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ വലുത് കണ്ടുപിടിക്കണതുകൊണ്ടാണ് ചെറുത് ഡിലീറ്റ് ആക്കി പോയത്. ഇനി ചെറുതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിലോ വലുത് ഡിലീറ്റ് ആക്കി ചെറുതിലേക്ക് വരിക. അപ്പോൾ ഇവിടെ 82ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, 5 വർഷം മുൻപ് അച്ഛന്റെയും മകന്റെയും വയസ്സുകളുടെ അനുപാതം 5:1. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58 ആണെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. നോക്കുക, നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരണം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 5 വർഷം മുൻപ് അച്ഛന്റെയും മകന്റെയും വയസ്സുകളുടെ അനുപാതം 5:1 എന്നാണ്. അതായത് 5 വർഷം മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ റേഷ്യോ, നമ്മുടെ കൈവശമുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5 വർഷം മുന്നുള്ളത് 5:1 ആണ്. ഇതിൽ അച്ഛൻ്റെത് അതുപോലെ തന്നെ മകൻ്റെത്. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 58 ആണ്. അതായത് 5 വർഷം മുമ്പ് അച്ഛനൊരു പ്രായം ഉണ്ടായിരുന്നു, ഞാനത് F ആയിട്ട് എടുത്തു. മകന്റെ പ്രായം S ആയിട്ട് എടുത്തു. 5 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ തുക 58 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ അച്ഛന്റെ പ്രായം എത്ര കൂടിയിട്ടുണ്ടാകും? 5 കൂടിയിട്ടുണ്ടാകും.
മകൻ്റെ പ്രായം എത്ര കൂടിയിട്ടുണ്ടായിരിക്കും? 5 കൂടിയിട്ടുണ്ടായിരിക്കും. അതായത് ടോട്ടൽ അവിടെ എത്ര കൂടിയിട്ടുണ്ട്? 10 കൂടിയിട്ടുണ്ട്. അതായത് 5 വർഷം മുമ്പുള്ള പ്രായത്തിനോട് 10 കൂട്ടിയാൽ കിട്ടുന്നതാണ് 58. മനസ്സിലായോ? 5 വർഷം മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും പ്രായങ്ങൾ കൂട്ടിയാൽ നമുക്കൊരു സമ്മ് കിട്ടും. ആ സമ്മിനോട് ഈ 5 കൂട്ടിയാൽ കിട്ടുന്ന 10 കൂട്ടിയതായിരിക്കും നമ്മുടെ 5 വർഷങ്ങൾക്ക് ശേഷം, അതായത് നിലവിലുള്ള വയസ്സുകളുടെ തുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 5 വർഷത്തിന്റെ പിറകോട്ട് പോകാം. 5 വർഷത്തിന്റെ പിറകോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാ പോയത്? റേഷ്യോ തന്നിരിക്കുന്നത് 5 വർഷം മുമ്പത്തെയാണ്. അപ്പൊ 5 വർഷത്തിന് പിറകോട്ട് പോകുമ്പോൾ 58നോട് 10 കുറച്ചാൽ കിട്ടുന്ന 48. അപ്പൊ 5 വർഷം മുമ്പുള്ള അവിടുത്തെ തുക എത്രയാ? 48 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ്റെയും മകൻ്റെയും പ്രായം കണ്ടുപിടിക്കാം 5 വർഷം മുമ്പുള്ളത്. എങ്ങനെയാണ്? 5:1 ആണ് 48. അതായത് 48നെ 5:1 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മകന്റെ ഇപ്പോഴത്തെ പ്രായമാണ്. അപ്പോൾ നമുക്ക് 5 വർഷം മുമ്പുള്ള മകന്റെ പ്രായം കണ്ടുപിടിക്കാം. ഇവിടെ 5:1 എന്നാണ് 48നെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു റേഷ്യോയ്ക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കാരണം മകന്റെ റേഷ്യോ 1 ആണ്. അപ്പോൾ 1 × 48 ഡിവൈഡ് ബൈ 5 + 1 നമുക്ക് 6 കിട്ടും. നമുക്ക് അവിടെ ചെയ്താൽ 8 എന്ന് കിട്ടും. 5 വർഷം മുമ്പ് മകന്റെ പ്രായം 8 ആണ്. ഇപ്പോഴത്തെ വയസ്സാണ്. അപ്പോൾ 8നോട് 5 കൂട്ടണം, നമുക്ക് 13 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്ന 5 വർഷം മുമ്പത്തെ റേഷ്യോ ആണ് അച്ഛനും മകനും തമ്മിലുള്ള റേഷ്യോ. നമുക്ക് തന്നിരിക്കുന്ന വയസ്സുകളുടെ തുക ഇപ്പോഴത്തതാണ്. അപ്പൊ 5 വർഷം മുമ്പത്തെ വയസ്സുകളുടെ തുക കിട്ടണമെങ്കിൽ അച്ഛനും 5 കൂടും മകനും 5 കൂടും. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ 10 കുറയ്ക്കണം. അപ്പൊ നമുക്ക് അവിടെ 48 എന്ന് കിട്ടി. ഈ 48 ആണ് 5:1 എന്ന രീതിയിൽ വീതിച്ചിരിക്കുന്നത്. അതിൽ ഒരു റേഷ്യോ ആണ് എത്ര? 48ൽ ഒരു റേഷ്യോ ആണ് മകനുള്ളത്. അപ്പൊ നമ്മൾ 48 × 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഭാഗം? 6 ഭാഗം. 5 1 കൂട്ടുമ്പോൾ 6 വരും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 8 എന്ന് കിട്ടും. അപ്പോൾ മകന്റെ പ്രായം 8 എന്ന് കിട്ടി. പക്ഷെ 5 വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ് വേണ്ടത്. 8നോട് 5 നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 13 കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. ഒന്നും കൂടി ഒന്ന് കേട്ടു നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന സംഖ്യാശ്രേണി 2 ഉണ്ട്, 5 ഉണ്ട്, 11 ഉണ്ട്, 23 ഉണ്ട്, 47 ഉണ്ട്. 2, 5, 11, 23, 47. തൊട്ടടുത്ത സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 5ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. 11ഉം 23ഉം തമ്മിലുള്ള വ്യത്യാസം 12 ആണ്. 23ഉം 47ഉം തമ്മിലുള്ള വ്യത്യാസം 24 ആണ്. നോക്കാം. 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12, 12ന്റെ ഇരട്ടി 24. അങ്ങനെയാണെങ്കിൽ 47ഉം നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 24ന്റെ ഇരട്ടി ആയിട്ട് വരുന്ന 48 ആണ്. അതിനോട് 47 കൂട്ടുക. ഇവിടെ 8 7 15, ഇവിടെ 9 95. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. യഥാക്രമം 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡുകളുടെ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നുവെന്നിരിക്കട്ടെ. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്? ഇവിടെ നോക്കുക. 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. അതായത് നോക്കുക, ഇവിടെ 6 തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട്. ഇതിന്റെ LCM എടുക്കുക. ഇതിന്റെ LCM നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 2 വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ 3, അതേപോലെ തന്നെ ഇവിടെ 4, ഇവിടെ നമുക്ക് 6 കിട്ടും. ഇനി 3 വെച്ച് പോവുകയാണെങ്കിൽ ഒരു വട്ടം പോവത്തില്ല, അപ്പം 4 താത്തി എഴുതി. ഇവിടെ നമുക്ക് 2 വട്ടം. 2 വെച്ച് പോവുകയാണെങ്കിൽ 1 2 1. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 2 × 3 6, 6 × 2 12, 12 × 2 24 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ LCM നമുക്ക് കിട്ടിക്കഴിഞ്ഞു 24. അതായത് 6 സെക്കൻഡ്, 8 സെക്കൻഡ്,
12 സെക്കൻഡുകളുടെ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നുവെന്നിരിക്കട്ടെ. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികൾ ഒരുമിച്ച് മുഴങ്ങുന്നതെന്ന് വെച്ചാൽ 24 സെക്കൻഡ് കഴിയുമ്പോഴാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് മുഴങ്ങുന്നത് എന്ന തരത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? LCM ആണ് എന്ന കാര്യം ഓർക്കുക. ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 6, 8, 12 എടുക്കുക. എന്നിട്ട് ഈ വലിയ നമ്പർ നോക്കുക. 6ലും 8ലും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 12നെ പറ്റത്തില്ല. അപ്പോൾ 12ന്റെ ഡബിൾ എടുക്കുക. അപ്പോൾ 24 കിട്ടി. നോക്ക്, 6 പോകും 24, 8ഉം പോകും, 12 പോകും. അങ്ങനെയാണെങ്കിൽ LCM എന്താണ്? 24 ആണ്. ഇങ്ങനെ നമുക്ക് ചെറിയ സംഖ്യകളുടെ LCM ഈ രീതിയിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ മെത്തേഡിലൂടെ പോയാലും മതി. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, ഒരു കോഡ് ഭാഷയിൽ ടൈമിനെ GRNV എന്ന് എഴുതാമെങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് ബുക്കിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാല ഒന്ന് എടുക്കുക. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ടൈം എന്നാണ്. ടൈം, ഈ ടൈമിനെ GRNY എന്നാണ് എഴുതിയിരിക്കുന്നത്. GRNY എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കുക, ഇവിടെ ആദ്യം നൽകിയിരിക്കുന്നത് T ആണ്. ഈ പിറകിൽ നിന്ന് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7ാമത്തെ ലെറ്റർ ആണ് ഇത് T എന്ന് പറയുന്ന ലെറ്റർ. ഇനി നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോഡ് ചെയ്തിരിക്കുന്നത് G ആണ്. അതായത് 1, 2, 3, 4, 5, 6, 7. മുന്നിൽ നിന്ന് 7ാമത് വരുന്ന ലെറ്റർ ആണ് G എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിയാണോ നോക്കാലോ. ഈ ഐന്റെ കേസ് എടുക്കുക. പിറകിൽ നിന്ന് എണ്ണി നോക്കാം. പിറകിൽ നിന്ന് എണ്ണി നോക്കുമ്പോൾ നമ്മൾ മുന്നിൽ നിന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9ാമത്തെയാണ് ഇവിടെ. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ എന്താണ്? I മുന്നിൽ നിന്ന് 9, 6 പിറകിൽ നിന്ന് എത്രാമത്തെയാണ്? 9ാമത്തെ ലെറ്റർ ആണ്. ഇനി എമ്മും എന്നും നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു ഇത് തന്നെയാണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 13ാമത്തെയാണ് മുന്നിൽ നിന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 13ാമത്തെയാണ് പിറകിൽ നിന്ന് N വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോഡിങ് നടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നമ്മളോട് കോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബുക്കിനെയാണ് കോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ B എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 2ാമത്തെ. അപ്പോൾ പിറകിൽ നിന്ന് 2ാമത് വരുന്ന ഏതാണ്? നമ്മുടെ Y ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ Y എന്ന് എഴുതാം. ഇനി O ആണ്. ഓയിലേക്ക് നമ്മൾ വരുമ്പോൾ പിറകിൽ നിന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 12ാമത്തെ ലെറ്ററാണ്. മുന്നിൽ നിന്ന് 12ാമത്തെയാണ് കോഡ് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. L ആണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് L എഴുതാം. അടുത്തത് നമുക്ക് എന്ത് വേണം? L വേണം. അപ്പോൾ YLL എന്ന കോഡ് ചെയ്തിരിക്കുന്നത് ബിയും ഡിയും ഉണ്ട്. ഇനി K നമ്മൾ നോക്കുമ്പോൾ ആദ്യം മുന്നിൽ നിന്ന് നോക്കാം. A, B, C, D, E, F, G, H, I, J, K. 11ാമത്തെ ലെറ്ററാണ്. 11ാമത്തെ ലെറ്റർ. പിറകിൽ നോക്കുമ്പോഴോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. P ആണ് വരിക. അപ്പോൾ ഇവിടെ നോക്കുക, YLLP എന്നാണ് കോഡ് ചെയ്യേണ്ടത്. അങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് അക്ഷരമാല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് എഴുതുക. എന്നിട്ട് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. ഈ അടുത്ത ചോദ്യം 12 + 6 / 2 × 3 - 4നെ ലഘൂകരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്?
12 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 മൈനസ് 4 ആണ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ബോട്ട്മാസ് നിയമം അപ്ലൈ ചെയ്യണം. ഇവിടെ ഡിവിഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനുമാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. അതായത് നമ്മൾ ഇതാദ്യം ചെയ്യുക. 6 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 3 എന്നാണ്. അതേ ഇൻറ്റു 3 കുറയ്ക്കണം 4 12 പ്ലസ്. ഇങ്ങനെ ഇപ്പോൾ ഇക്വേഷൻ മാറ്റപ്പെടും. ഇനി അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇവിടെയാണ്. അതായത് നമുക്കിവിടെ 9 എന്ന് കിട്ടും. 12 പ്ലസ് 9 മൈനസ് 4. 12 പ്ലസ് 9 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 21 എന്നാണ്. 21നോട് 4 കുറച്ചാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക 17 എന്നാണ്. സോ നമ്മളുടെ ഉത്തരം വരേണ്ടത് 17 ആണ്. തിരിച്ച് ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബിയിൽ 17 ഉണ്ട്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 225 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ സാധാരണ ഇവിടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു മനക്കണക്കിലൂടെയും നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റും. നോക്കുക, മണിക്കൂറിൽ 90 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഹവറിൽ ആ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നത് 90 കിലോമീറ്റർ ആണ്. 90 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഹവറിൽ ആ ട്രെയിൻ സഞ്ചരിക്കുന്നത് 180 കിലോമീറ്റർ ആയിരിക്കും. നോക്കുക, ടോട്ടൽ എത്രയാണ്? 225 ആണ്. 2 മണിക്കൂറിൽ 180 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇനി അവശേഷിക്കുന്നത് 45 കിലോമീറ്റർ ആണ്. 1 മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണെങ്കിൽ ആ 90ന്റെ പകുതി ആയിട്ടുള്ള 45 കിലോമീറ്റർ സഞ്ചരിക്കാൻ അരമണിക്കൂറാണ് എടുക്കുക എന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റാ? 30 മിനിറ്റ് ആണ്. അതായത് ഇവിടെ 2 മണിക്കൂറും പിന്നെ ഈ 30 മിനിറ്റും കൂടെ കൂട്ടുക, നമുക്ക് ഓപ്ഷൻ സി 2 മണിക്കൂർ 30 മിനിറ്റ് എന്ന് കിട്ടും. ഈ രീതിയിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. അടുത്തത്, ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട്ബുക്കുകളും ഉണ്ട്. ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പരമാവധി പാക്കറ്റുകൾ എത്ര എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ചോദ്യം ചെയ്തിരുന്നു. ഇന്ന സെക്കൻഡിൽ മണി അടിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അടിക്കണം എപ്പോഴാന്ന് ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ എടുത്തത് LCM ആണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് HCF ആണ്. HCF എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇപ്പം ഇവിടെ 24 എന്ന് പറയുന്ന നമ്പറും 36 എന്ന് പറയുന്ന നമ്പറും 60 എന്ന് പറയുന്ന നമ്പറും തന്നിട്ടുണ്ട്. ഈ 3 നമ്പറുകളെയും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. ഈ 3 നമ്പറുകളെയും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. LCM എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പം ഈ 3 നമ്പറിന്റെ LCM എടുക്കാന്ന് പറഞ്ഞാൽ ഈ 3 നമ്പറുകൾ കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ ഈ 3 നമ്പറുകൾ കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? ഈ 3 നമ്പറുകളെയും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ HCF എടുത്താൽ മതി. 24, 36, 60. ഞാനിവിടെ 3 വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ 8 വട്ടം, ഇവിടെ 12 വട്ടം, ഇവിടെ നമുക്ക് 20 വട്ടം. ഇനി 2 വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 4 വട്ടം, 6 വട്ടം, 10 വട്ടം. വീണ്ടും 2 വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വട്ടം, 3 വട്ടം, ഇവിടെ നമുക്ക് 5 വട്ടം. ഈ പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇത്രയും മതി. അതായത് HCF എന്ന് പറയുമ്പോൾ 3ഉം പോകണം. ഇനി അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ 3 × 2 6, 6 × 2 12. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ പരമാവധി എത്ര പാക്കറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്ന പരമാവധി പാക്കറ്റ് എന്ന് വെച്ചാൽ 12 ആണ്. ഓപ്ഷൻ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം.
ഇവിടെ നോക്കുമ്പോൾ തന്നെ കിട്ടും 16, 36, 64, 81, 125. 16 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4ന്റെ സ്ക്വയർ ആണ്. 36 6ന്റെ സ്ക്വയർ, 64 എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ, 9ന്റെ സ്ക്വയർ 81. പക്ഷെ 125 5ന്റെ ക്യൂബ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. 10 ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങൾ, 10th ലെവൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ, ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ വീണ്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.